ഇടുക്കി ജില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ജില്ലയാണ് അല്ലേ. ശരിക്കും 5 മണ്ഡലങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. നമ്മുടെ തൊടുപുഴ, ഇടുക്കി, അതുപോലെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, അങ്ങനെ 5 മണ്ഡലങ്ങളാണ് ശരിക്കും ഇടുക്കി ജില്ലയിലുള്ളത്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായിരിക്കുന്ന ഉടുമ്പൻചോല മണ്ഡലത്തിൻ്റെ കാഴ്ചകൾ, മണ്ഡലത്തിൻ്റെ അല്ല ഉടുമ്പൻചോല ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും നമ്മുടെ മൂന്നാർ തേക്കടി റൂട്ടിൽ മൂന്നാർ നെടുങ്കണ്ടത്തിനടുത്താണ് ഈ ഉടുമ്പൻചോല എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ജില്ലീസ്. അപ്പോൾ യാത്രകളെ കൂടെ തുടരാതെ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ചെമ്മണ്ണാർ ഗ്രാമത്തിൻ്റെ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവർ പോയി കാണണം കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ചെമ്മണ്ണാർ ഗ്രാമത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് ഉടുമ്പൻചോല ഗ്രാമത്തിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ ടാസ്ക് പിടിച്ച വഴികളാണ്. നല്ല വളവും തിരിവും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉള്ള വഴികളെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചെമ്മണ്ണാറിൽ നിന്ന് ഉടുമ്പൻചോല വഴിയിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് ഉടുമ്പൻചോല എത്താറാകുമ്പോൾ ആദ്യം കാണുന്ന ഒരു ചെറിയ ഡെസ്റ്റിനേഷനുണ്ട്. ഒരു ടെമ്പിളിൻ്റെ കാഴ്ചയാണ്. ശരിക്കും അവിടെ നിന്നാൽ നല്ല വൈബാണ്. ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. എന്നാൽ ഇതിനൊന്നും നല്ല കാറ്റും ഉണ്ട്, അതുപോലെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡ്രോൺ ചാനലൊക്കെ എങ്ങനെ പൊക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി ഉടുമ്പൻചോലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഒരു 360 വൈഡിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടം മുതൽ ഉടുമ്പൻചോല ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് നമുക്ക് പറയേണ്ടത് കേട്ടോ. ശരിക്കും ഈ ഒരു ടെമ്പിളിനെ ചുറ്റിയാണ് ഉടുമ്പൻചോല ചെമ്മണ്ണാർ വഴി ഇങ്ങനെ കടന്നു പോകുന്നത്. ഫൈനലി നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. മുമ്പോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ, ഒരു 500 മീറ്റർ അപ്പുറമാണ് ഉടുമ്പൻചോല ടൗൺ നിലനിൽക്കുന്നത് കേട്ടോ. അതായത് മൂന്നാർ, പൂപ്പാറ, ശാന്തമ്പാറ, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, പിന്നെ പുളിയമ്മല, കൂമളി, തേക്കടി, അങ്ങനെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയോ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ മേഖലയിലും ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്നത് മൊത്തം പോലീസ് ക്വാർട്ടേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഉടുമ്പൻചോലയിലെ ആ ടോപ്പിലിരിക്കുന്നത്. നമ്മളിത് ആ കാണുന്നതാണ് ഉടുമ്പൻചോല ഹൈസ്കൂൾ കേട്ടോ. ഗവൺമെൻറ് ഹൈസ്കൂൾ ഉടുമ്പൻചോല. നമുക്ക് അങ്ങോട്ട് കയറാമോ എന്ന് നോക്കട്ടെ. നമ്മളീ കാണുന്നത് ഗവൺമെൻറ് ഹൈസ്കൂള് ഉടുമ്പൻചോലയിലുള്ളതാണ്. ഇത് തമിഴ് മീഡിയമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതോട് ഇത് ഇവിടെയുണ്ട് കുറച്ച് സ്കൂളിൻ്റെതായ ബിൽഡിങ്. ചെമ്മണ്ണാറ്റിൽ നിന്ന് ഉടുമ്പൻചോലയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ്. തമിഴ് മേഖലയാണ്, തമിഴ് ക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കുറേ കാഴ്ചകളുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു ഇല്ലി നിൽക്കണേ. ഈ ഇല്ലിയുടെ കാറ്റത്ത് ഇല്ലിയുടെ സൗണ്ട് വേറൊരു രസം കേട്ടോ. ഞാൻ ആദ്യം വില്ലേജ് ഓഫീസിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ. ഇവിടെ 2 വില്ലേജ് ഓഫീസാണ്. ഒന്ന് ഉടുമ്പൻചോല വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസുമാണ്. അങ്ങനെ 2 വില്ലേജ് ഓഫീസിൻ്റെ കാഴ്ചകളാണ്. അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇങ്ങനെ 2 വില്ലേജ് ഓഫീസുകൾ ഒരുമിച്ചിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഉടുമ്പൻചോലയുടെ യഥാർത്ഥ ജംഗ്ഷനിലേക്ക് നമ്മൾ അങ്ങനെ എത്തുകയാണ്. അപ്പോൾ ഈ ചെല്ലുന്ന മേഖലയിലൊക്കെ ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് ഒരു പട്ടണമായിട്ട് വളർന്നു വരുന്ന ഒരു സ്ഥലമാണ് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ചെല്ലുന്ന ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് പോയാൽ പൂപ്പാറ, മൂന്നാറിന് പോകാൻ പറ്റും. വലത്തേക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ടത്തിന് പോകാൻ പറ്റുമേ. അപ്പോൾ ഇവിടെ ഉടുമ്പൻചോല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ ധാരാളം ഹോട്ടലുകളും ഒക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഉടുമ്പൻചോല സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ ഒരു 4 കൂടിയ കവരയാണ്. നമ്മൾ വന്ന വഴി ഇതാണ്. ചെമ്മണ്ണാറിൽ നിന്ന് കയറിയിട്ട് ഇതേ ഉടുമ്പൻചോല സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വഴി നമുക്ക് നമ്മുടെ ശാന്തമ്പാറ, പൂപ്പാറ ഒക്കെ കൂടി മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് നേരെ നെടുങ്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ.
ആ കാണുന്ന വഴിയില്ലേ, ആ കാണുന്ന വഴിക്കൂടെ പോയാലാണ് അത് നമുക്ക് നെടുങ്കണ്ടത്തേക്ക് ആ വഴിയും പോകാം. പക്ഷേ ആ പോകുന്ന വഴിക്ക് തേവാരംപട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഡെസ്റ്റിനേഷനുണ്ട്. നമ്മൾ ഇതിനുമുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടുമ്പൻചോലയുടെ ഒരു സെൻട്രൽ ജംഗ്ഷൻ്റെ കാഴ്ചകൾ ഇതാണ്. അവിടെ ഒരു വെയിറ്റ് ഷെഡ് ഉണ്ട്. ഇതുവഴി യാത്ര ചെയ്ത് നമ്മൾ കല്ലുവാരമൊക്കെ പോയി വീഡിയോ ചെയ്തിട്ട് തേവാരംപട്ടമൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് പാലാറ് കൂടി കോമ്പയാറ് കൂടി നെടുങ്കണ്ടത്തേന് എത്താൻ പറ്റും. ഇതാണ് ഉടുമ്പൻചോലയിലെ പഞ്ചായത്ത് കാര്യാലയം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയ സ്തൂപം കാണാൻ പറ്റും. ഇതൊരു ക്ഷേത്രത്തിൻ്റെയാണ്. ഇവിടെ നമുക്ക് വേറൊരു സ്തൂപം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു ക്ഷേത്രത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ സെൻട്രൽ ജംഗ്ഷനിലെ കാഴ്ചകൾ ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഉണ്ട് നെടുങ്കണ്ടം വരെ എത്താൻ. ധാരാളമായിട്ടുള്ള കടകൾ, ഷോപ്പുകൾ, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്, ടാക്സി സ്റ്റാൻഡുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഉടുമ്പൻചോല എന്ന് പറയുന്നത്. ഈ ശരിക്കുണ്ടല്ലോ നമ്മുടെ മൂന്നാർ തേക്കടി യാത്രയിലെ ഏതാണ്ട് സെൻട്രൽ ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്ന ഉടുമ്പൻചോല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നിന്ന് 49 കിലോമീറ്ററാണ് മൂന്നാറിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏതാണ്ട് 51 കിലോമീറ്റർ കുമിളിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രൽ ജംഗ്ഷനായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടുന്ന് രാജക്കാട്, അതുപോലെ പൂപ്പാറ, കല്ലാറുകുട്ടി, അടിമാലിയൊക്കെ നമുക്ക് ആ കാണുന്ന വഴി കൂടെ തിരിഞ്ഞ് നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഞാനങ്ങനെ നടന്ന് നെടുങ്കണ്ടം പോകുന്ന വഴിയിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു കുരിശുപള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് ഇവിടെ കൊണ്ട് നെടുങ്കണ്ടം ഉടുമ്പൻചോല ടൗൺ അങ്ങോട്ട് തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഉടുമ്പൻചോലയുടെ ഒരു വിശാലമായ ഒരു കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ ഒരുപാട് പിക്കപ്പ് വാഹനങ്ങൾ ഇങ്ങനെ അട്ടിയിട്ട പോലെ കിടക്കണം കേട്ടോ. ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോ ഇല്ലെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. എന്നാണെങ്കിലും ഇതൊരു അടിപൊളി കാഴ്ചയല്ലേ. ഇങ്ങനെ മഹീന്ദ്രയ്ക്ക് പോലും കിട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കാഴ്ച. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഉടുമ്പൻചോലയിലെ ഒരു കാലഘട്ടത്തിൽ തമിഴ് മേഖലയായിരുന്നെങ്കിൽ ഇപ്പം നിലവിൽ തോട്ടം മേഖലകളിലൊക്കെ പണിയുന്നത് ഉടുമ്പൻചോല മാത്രമല്ല ഇടുക്കിയിലെ ഒട്ടുമിക്ക മേഖലകളിലും ജോലി എടുക്കുന്നത് ഭായിമാരായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് നമ്മുടെ മൂന്നാർ, ശാന്തമ്പാറ, പൂപ്പാറയൊക്കെ പോകുന്ന ഉടുമ്പൻചോല എന്നുള്ള മെയിൻ NH-യാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. നമുക്കിവിടെ വന്നാൽ ഇവിടുത്തെ കാഴ്ച ഇതാണ് കേട്ടോ, അടിപൊളിയായിട്ട്. ഇപ്പോൾ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ 10 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചാറ്റൽ മഴയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ക്യാമറ എടുത്ത് റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൂന്നാർ റൂട്ടിലേക്കാണ്. അതായത് നമ്മുടെ ശാന്തമ്പാറ, പൂപ്പാറ, ആനയിറങ്ങൽ, ചിന്നക്കനാലൊക്കെ കൂടി മൂന്നാറിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലേക്കാണ്. പോകണോ? ഓക്കെ, സന്തോഷം, കണ്ടതില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഈ മേഖലയിലെല്ലാം നമുക്ക് വളത്തിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ ഒരു ടൗണിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ കാഴ്ചയാണ് അത്. അതുപോലെ തന്നെ നമുക്കിവിടെ നിരവധിയായിട്ടുള്ള ബാങ്കുകൾ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ഏതാണ്ട് ഈ ഒരു ഉടുമ്പൻചോല ടൗണിൻ്റെ ഏതാണ്ട് ഈ ഒരു മേഖലയിലെ അവസാന ഭാഗത്തേക്കാണ് നമ്മളിപ്പം നിലവിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെ, ലാബുകൾ ഉൾപ്പെടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ മേഖലയിൽ കാണാൻ പറ്റും. ഇനി നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ വെച്ചിട്ട് ഈ ബാക്ക് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വരെ എത്തിയത്.